കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. പക്ഷെ എനിക്ക് അങ്ങനെ പിന്മാറാൻ പറ്റില്ലല്ലോ. ആവശ്യം എന്റേതായി പോയില്ലേ. അതുകൊണ്ട് കോടതി വഴിയെങ്കിലും അങ്ങനെ. എന്തായാലും എനിക്കിതൊന്നൊരു മോചനം കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചത്. കൈപ്പറ്റിയ സ്ഥിതിക്ക് കോടതി വഴി തന്നെ അതങ്ങ് മൂവ് ചെയ്യാം. അതിന് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽ ചെയ്യാൻ ഞാൻ ഇപ്പോഴും റെഡിയാ. ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാൽ മതി. വേറൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്. ബന്ധം പിരിയാൻ വി പി കണ്ടെത്തിയ കാരണം കൊള്ളാം. ഒരുപാട് ഇഷ്ടമായി എനിക്ക്. വി പിയുടെ ഭാര്യ മാനസിക വൈകല്യമുള്ള വ്യക്തിയാണല്ലേ. 26 വർഷം നിഴൽ പോലെ നിങ്ങൾക്കൊപ്പം നടന്നില്ലേ ഞാൻ? ആ കാലത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും, അല്ല ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും വിപിക്ക് തോന്നിയിട്ടുണ്ടോ ഞാനൊരു മാനസിക രോഗിയാണെന്ന്? അപ്പോ ആ പ്രയോഗം ശരിക്കും തനിക്ക് നൊന്തുവല്ലേ? മകൾ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോടതിയിൽ അത് സ്റ്റാൻഡ് ചെയ്യില്ല എന്ന് വക്കീൽ പറഞ്ഞു. പകരം കോടതിക്ക് കൺവിൻസിംഗ് ആകാൻ ഭാര്യയ്ക്ക് ചിത്തഭ്രമം ഉണ്ടെന്ന് വരുത്തി തീർത്താൽ മതിയെന്നുള്ളത് വക്കീലിന്റെ ബുദ്ധിയായിരുന്നു. ആലോചിച്ചപ്പോൾ അതിലൊരു രസമുണ്ടെന്ന് എനിക്കും തോന്നി. അമ്മയും മോളും എന്നെ അങ്ങനെ ചിത്രീകരിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ടല്ലോ, അതിനുള്ളൊരു സ്വീറ്റ് റിവെഞ്ച് ആണെന്ന് കരുതിയാൽ മതി. ഏതായാലും ഭാര്യയുടെ പരപുരുഷ ബന്ധം കാരണമാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് പറയുന്നതിനേക്കാളും ഭേദമല്ലേ മനോരോഗിയാണെന്ന് പറയുന്നത്. മതിയാക്ക്. വിസ്തരിച്ചിന് വഷളാക്കണമെന്നില്ല. വാതിലടച്ചോ. എന്താ ഇവിടെ? മനോരോഗിയാണല്ലേ? അല്ലേന്ന് അങ്ങനെ ആക്കി തീർക്കണോ അല്ലേ? എന്നിട്ട് ഡിവോഴ്സ് വേണോ? ശരിയാക്കി തരാം.
എന്താ അമ്മേ? എന്തു പറ്റി? അമ്മയോടാ ചോദിച്ചേ. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്താ ഇവിടെ സംഭവിച്ചേ? ഒന്നുമില്ല അപ്പു, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. എന്താ ഇവിടെ ഉണ്ടായെന്ന് അമ്മ പറയുന്നോ, അതോ ഞാൻ ബിപിയോട് ചോദിക്കണം? എന്താ ഉണ്ടായതെന്ന് അറിയാൻ അന്വേഷണ കമ്മീഷൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ശ്രീമതി ഗീതാലക്ഷ്മിക്ക് കോടതിയിൽ നിന്നൊരു നോട്ടീസ് കിട്ടി. ഭർത്താവ് വിജയ് പണിക്കർ ഭാര്യയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതിന്റെ നോട്ടീസ്. അതിന്റെ ഷോക്കിലാണ് പാവം. കാര്യങ്ങൾ കോടതിയിലേക്ക് വലിച്ചഴിക്കാതെ മാന്യമായ ഒരു ഒത്തുതീർപ്പിന് ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. ചെയ്തു തന്ന സേവനങ്ങൾക്ക് ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുമില്ല, ഇനിയോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഭാര്യയ്ക്കും കുട്ടിക്കും കോടതി പറയാൻ സാധ്യത ഉള്ളതിനേക്കാൾ കോമ്പൻസേഷൻ സ്വമനസാലെ എഴുതി വച്ചിട്ടും എന്റെ ഭാര്യ അതിന് തയ്യാറായില്ല. പക്ഷെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് വിജയ് പണിക്കർക്ക് പിന്മാറാൻ പറ്റില്ലല്ലോ. കോടതി വഴി നീങ്ങിയേ തീരുമാനം ഉണ്ടാകൂ എന്ന് ചിലർക്ക് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ കോടതി തീരുമാനിക്കും പോലെ നടക്കട്ടെ കാര്യങ്ങൾ. കോടതി കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ, പക്ഷെ അതിന്റെ പേരിൽ ഇവിടെ ഇത്രയും ഷോ ഓഫിന്റെ കാര്യം എന്തായിരുന്നു? അതാണ്, അത് ഷോ ഓഫ് കാണിച്ചവരോട് ചോദിക്കണം. ഏതായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി. കോടതിയിൽ എൻ്റെ വാദം വിജയിക്കും. അതിലുള്ള തെളിവുകൾ ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്താനത്തെയും കൂട്ടുപിടിച്ച് ഭർത്താവിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഓർക്കണമായിരുന്നു, ഇങ്ങനെ ചില ഭവിഷ്യത്തും കൂടി നേരിടേണ്ടി വരുന്നു. കൂടെ കൂടിയവർക്കും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവർക്കൊന്നും കോടതിയിൽ വരേണ്ടി വരില്ല. ഒറ്റയ്ക്ക് അനുഭവിച്ചോ? കേസായ സ്ഥിതിക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങി തന്നോളാം. ഇനി നമുക്ക് കോടതി കാണാം. ഓക്കെ? അമ്മ, അമ്മ വാ, എണീക്ക്. അപ്പു, എന്താ നീ ആലോചിക്കുന്നേ? ഞാൻ കാരണം എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് ആലോചിച്ചതമ്മ. എന്റെ ഈ തീരുമാനം കാരണം എല്ലാവർക്കും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. എല്ലാ നഷ്ടങ്ങളെക്കാളും ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അമ്മയ്ക്ക് ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോയ ജീവിതം ഓർത്തിട്ടാ. സാരമില്ല അപ്പു, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നീ പറഞ്ഞതുപോലെ ഒരാൾക്ക് മാത്രമല്ലല്ലോ, നഷ്ടം എല്ലാവർക്കും ഉണ്ടായില്ലേ? വിപിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ആ മനുഷ്യനെയും തെറ്റു പറയാൻ പറ്റില്ല. കരിയറും പ്രൊഫഷനും ജീവിതമൊക്കെ വിപിക്ക് നഷ്ടപ്പെട്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റേതൊരു നഷ്ടമേ അല്ല. ഒന്നുമില്ലെങ്കിലും നിന്നെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞാ നീ സമ്മതിക്കോ? വിപി ഫയൽ ചെയ്ത ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിലേക്ക് വലിച്ചു നീട്ടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? വിപി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മ്യൂച്വൽ എഗ്രിമെന്റിൽ
ഞാൻ സൈൻ ചെയ്ത് കൊടുത്തോട്ടെ? അതോടെ BP പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ. നോ, അമ്മ അത് സൈൻ ചെയ്യില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പ്ലീസ് അപ്പു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കേസ് കോടതിയിലെത്തിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും. എന്റെ കാര്യം ഓർത്താണോ അമ്മയ്ക്ക് പേടി? എങ്കിൽ അതിലൊരു പേടിയും വേണ്ട. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണ് അച്ഛൻ വിവാഹമോചനം ആവശ്യപ്പെടുന്നതെന്ന് അമ്മയ്ക്ക് ധൈര്യമായിട്ട് കോടതി പറയാം. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പെറ്റീഷൻ കോടതി മുഖവിലേക്ക് എടുക്കില്ല. അത് നമ്മളെക്കാൾ നന്നായി അച്ഛൻ്റെ വക്കീലിനും അറിയാം. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് അവരുന്നയിച്ചിരിക്കുന്ന കാരണം അതല്ല. പിന്നെ പറയാമ്മ, പിന്നെന്താ ഡിവോഴ്സിന് വേണ്ടി അച്ഛൻ കാരണമായി പറയുന്നത്? ഞാനൊരു മാനസിക രോഗിയാണെന്ന്. എന്ത്? അങ്ങനെയുള്ളൊരു സ്ത്രീയുമായി മുന്നോട്ടുള്ള ജീവിതം തീർത്തും ദുസ്സഹമായതുകൊണ്ടാണ് VP വിവാഹബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതെന്ന്. അപ്പൊ VPക്ക് അമ്മ മനോരോഗിയാണല്ലേ? അമ്മ മനോരോഗിയാണെങ്കിൽ ആ രോഗം കുറച്ചൊക്കെ എനിക്കും ഉണ്ടാവുമല്ലോ. ഭ്രാന്ത് എന്താണെന്ന് VP അറിയാൻ പോകുന്നതേ ഉള്ളൂ. അരുതപ്പൂ, നീ അവിവേകമൊന്നും കാണിക്കരുത്. ഇനി ഇതിന്റെ പേരിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ആ സമ്മതപത്രത്തിൽ ഒപ്പിടാന്ന് വിചാരിക്കുന്നത്. ഇല്ല, അമ്മ എന്തായാലും അതിൽ ഒപ്പിടാൻ പോകുന്നില്ല. അങ്ങനെ അല്ല അപ്പൂ. കേസുമായി മുന്നോട്ട് പോകാൻ VP തീരുമാനിച്ചാൽ കോടതിയിൽ ബുദ്ധിസ്ഥിരതയുള്ള ആളാണെന്ന് തെളിയിക്കാൻ വാദിക്കേണ്ടി വരുന്ന എൻ്റെ ഗതികേടിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭാര്യയ്ക്ക്, ഒരു അമ്മയ്ക്ക് ഇതിൽ പരം ഒരു അപമാനം എന്താ അനുഭവിക്കാനുള്ളത്? അതുകൊണ്ട് എൻ്റെ അമ്മയെ ഇങ്ങനെ അപമാനിച്ചതിനുള്ള ശിക്ഷ VP അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ നോക്കിക്കോ, ഈ കേസ് കോടതി ഫയലിൽ സ്വീകരിക്കില്ല. അതിനു മുമ്പ് VP ഇത് വിഡ്രോ ചെയ്തിരിക്കും. അതുമാത്രമല്ല, അമ്മയെ ഇങ്ങനെ അപമാനിച്ചതിന് എന്റെ മുന്നിൽ വെച്ച് VP അമ്മയോട് മാപ്പ് പറയുകയും ചെയ്യും. വേണ്ടപ്പോ, ആരും മാപ്പ് പറയോ പശ്ചാത്തപിക്കോ ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ബലമായിട്ട് ഒരാളെ കൂടെ പിടിച്ച് നിർത്തിയിട്ട് എന്ത് കാര്യം? VP എവിടാന്ന് വെച്ചാൽ പോയി രക്ഷപ്പെടട്ടെ. ഇല്ലമ്മേ, അങ്ങനെ അമ്മയെ തനിച്ചാക്കി VPക്ക് മാത്രമായിട്ടൊരു രക്ഷപ്പെടലിനെ ഞാൻ അനുവദിക്കില്ല. അമ്മ സമാധാനമായിട്ടിരിക്കും. എന്ത് വന്നാലും എന്നോട് ചോദിക്കാതെ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യരുത്, കേട്ടല്ലോ? എന്നാ വാ കിടക്കാം. അപ്പോൾ അതാണ് ഭാര്യ ഒഴിവാക്കാൻ മിസ്റ്റർ പണിക്കർ കണ്ടിരിക്കുന്ന ബുദ്ധി. ആള് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, ബുദ്ധിമാനാണ്. ഈ ഐഡിയ വക്കീലിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് അച്ഛൻ പറയുന്നത്. ആരുടെ സംഭാവനയാണെങ്കിലും കോടതിയിൽ ഇതൊന്നും വിലപ്പോകില്ലെന്നതാണ് സത്യം. ഇന്നലെ ഇതറിഞ്ഞപ്പോ അമ്മ കുറച്ച് ഇമോഷണലായി പെരുമാറിയിരുന്നു. അതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കോടതിയിൽ തെളിവായി ഹാജരാക്കാൻ വെച്ചിരിക്കുക അച്ഛൻ. അതിലൊന്നും വലിയ കാര്യമില്ലടോ. ഒരു വൈകാരിക സന്ദർഭത്തിൽ ഇമോഷൻസ് നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരുമ്പോൾ അത് പല രീതിയിൽ ഔട്ട്ബേസ്റ്റാന്നിരിക്കും. ഫോർ എക്സാമ്പിൾ, 1ാം റാങ്ക് കിട്ടിയ കുട്ടി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് ആരെങ്കിലും പൊട്ടിക്കരയോ പൊട്ടിച്ചിരിക്കല്ലേ ഉള്ളൂ എന്ന് കോടതിയിൽ വാദിക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലത്തെ സ്റ്റുപ്പിഡിറ്റിയാ. സർ, അമ്മയ്ക്ക് കിട്ടിയ വക്കീൽ നോട്ടീസിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ. അമ്മ പറയുന്നത് കേസിന് പോകാനൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ലെന്നാ. അതിലും നല്ലത് VPയുടെ അച്ഛൻ തയ്യാറാക്കിയ മ്യൂച്വൽ അഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണെന്നാ. തൽക്കാലം അത് സൈൻ ചെയ്യാൻ വരട്ടെ എന്ന് അമ്മയോട് പറയണം. ശരി സർ. അല്ല, എന്തായി അച്ഛനെ കൊണ്ട് സ്വത്ത് അംഗീകരിപ്പിക്കാനുള്ള അപ്പൂന്റെ ശ്രമങ്ങൾ? എന്തെങ്കിലും റിസൾട്ട് ഉള്ളതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയോ? പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇതുവരെ തോന്നി തുടങ്ങിയിട്ടില്ല സർ.
പക്ഷേ ഞാനങ്ങനെ തോറ്റു പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ ശ്രമങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. യെസ് യെസ്, അത് വേണം. തൽക്കാലം പണിക്കരുമായിട്ടുള്ള അപ്പുവിൻ്റെ ഈ കോൾഡ് വാർ ഇങ്ങനെ അങ്ങ് തുടരട്ടെ. അതൊരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ പണിക്കർ ഒന്നുകിൽ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കീഴടങ്ങും, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ അഗ്രസീവായ മറ്റൊരു സ്റ്റേജിലേക്ക് സ്വയം മാറും. ഇതിലാദ്യം പറഞ്ഞതുപോലെ റിയാലിറ്റി അംഗീകരിക്കാനാണ് പണിക്കരുടെ തീരുമാനമെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതല്ല, പ്രതിഷേധാത്മകമായ നിലപാടാണ് പണിക്കർ സ്വീകരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ടൈം ഫോർ ഓൾ ഓഫ് us. ആദ്യം പറഞ്ഞതിന് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോ എന്താ? ബാലു, നാളെ രാവിലെ മിനിസ്റ്ററുടെ പ്രസ് മീറ്റ് മാത്രമല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്താ ചേച്ചി, വേറെ പ്രോഗ്രാം വല്ലതും ഉണ്ടോ? പ്രോഗ്രാമായിട്ടൊന്നുമില്ല. ഒരു സ്റ്റോറിയുടെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു, ആ റേപ്പ് കേസിന്റെ വിക്ടിമിന്റെ. ഓ അതോ, നമുക്ക് പോയേക്കാം. അപ്പു, ആ നമ്മുടെ അപ്പു. ഹലോ ഹലോ, പ്രതിഭയല്ലേ? അതെ മിസ്റ്റർ അപ്പു, എന്താണ് വിശേഷം? എവിടെയാണ്? ഞാനിപ്പോ എന്റെ വീട്ടിലോട്ട് താമസം മാറി. അതെയോ, വെരി ഗുഡ്. അപ്പൊ അച്ഛനും അമ്മയായിട്ടുള്ള പിണക്കമൊക്കെ മാറിയോ? അമ്മയായിട്ട് പിണക്കൊന്നുമില്ല, അച്ഛനാണ് പ്രശ്നം. ഞാൻ പ്രതിഭയെ വിളിച്ചത് ഒരു സഹായത്തിന് വേണ്ടിയാ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ? മോനെ അപ്പു, നീ വളച്ചൊടിക്കാതെ കാര്യം എന്താന്ന് വെച്ചോ പറ. നിനക്ക് വേണ്ടി ഞാനിപ്പോ എന്താ ചെയ്തു തരണ്ടേ? ഐ എം ഓൾവേസ് അറ്റ് യുവർ സർവീസ് ഡിയർ. എങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രതിഭയ്ക്ക് എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഉച്ച കഴിഞ്ഞ് എനിക്ക് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമുക്ക് നാളത്തേക്ക് ആക്കിയാലോ? ആ മതി. ഒരു അരമണിക്കൂറിനകം പ്രതിഭ ഞാൻ ഫ്രീ ആക്കാം. സംഗതി നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ അതുകൊണ്ട് എനിക്ക് ചില പ്രയോജനം ഉണ്ട് താനും. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനം ഉണ്ടല്ലോ, അത് മതി. നാളെ രാവിലെ മിനിസ്റ്ററുടെ പ്രസ് മീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞെത്താം. അല്ല, എന്താ സംഭവം? എന്താ സംഭവം എന്ന് ഞാൻ വോയിസ് മെസ്സേജ് ഇടാം, അത് കേട്ടിട്ട് കൺഫേം ചെയ്താൽ മതി. ഓക്കെ. കൺഫേം ചെയ്യാനൊന്നുമില്ല, നമ്മൾ കാണുന്നു. അപ്പൂര് പ്രയോജനമുള്ള എന്ത് കാര്യത്തിനും ഞാൻ കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നാളെ കാണാം. എന്താ അമ്മേ, എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? VP ഇവിടെ നിന്ന് പോവാണെന്ന് തോന്നുന്നു. പോവുകയോ? എങ്ങോട്ട്? അതൊന്നും അറിയില്ല അപ്പു. ആള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി. എന്റെ ബലമായ സംശയം നമ്മളോട് പറയാതെ ആൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന. എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? പെട്ടെന്നുള്ള തീരുമാനമൊന്നും ആയിരിക്കില്ല അപ്പു. VPയുടെ വക്കീലുമായി ഇക്കാര്യം നേരത്തെ ആലോചിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ഇവിടെ നിന്ന് മാറാൻ പോവാണെന്ന് ഇന്നലെ എന്നോട് സൂചിപ്പിച്ചത്. ശരിയാ. അപ്പൊ അമ്മയുടെ ഊഹം കറക്റ്റാ. വക്കീലിന്റെ തന്നെ ബുദ്ധിയാവും ഇപ്പൊ ഈ ഷിഫ്റ്റിങ്ങിന് പിന്നിൽ. അമ്മ, എന്ത് വന്നാലും VP ഇന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യരുത്. വേണ്ടപ്പോ, VP എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മളിനി എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാം ഉറപ്പിച്ചിട്ടായിരിക്കുമല്ലോ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തുടങ്ങിയത്. അല്ല, നീ എന്താ VPയെ പോവാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞത്? ഞാൻ അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കണ്ടിരുന്നു. സാർ ഇന്നോ നാളെയോ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. VPയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഡിവോഴ്സ് നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കാന്ന് സാർ എന്നോട് ഏറ്റിരിക്കുക. അതൊക്കെ നടക്കുമോ അപ്പൂ? ഇക്കാര്യത്തിൽ നന്ദകുമാർ സാറല്ല, ആര് വിചാരിച്ചാലും VP ഒരു കോംപ്രമൈസിന് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാന്നേ. മാത്രമല്ല, അന്ന് അമ്പിമാമൻ പറഞ്ഞിട്ട് ആ സാർ അച്ഛനെ കാണാൻ വന്നപ്പോൾ VP ഭയങ്കര മോശമായിട്ട് അദ്ദേഹത്തോട് പെരുമാറിയത്. അതുകൊണ്ട്
അതിൻ്റെ ദേഷ്യം ഇപ്പോഴും വക്കീലിനുണ്ടാവും, വി പിക്കും ഉണ്ടാവും. വെറുതെ ഒരിക്കൽ കൂടി അയാൾ അപമാനിച്ചയക്കാന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.